ഉച്ചവരം കഴിഞ്ഞു. ഇപ്പം പൈതൽ മലയിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. പൈതൽ മല കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഷൈജൻ്റെ കൂടെ വന്നാണ്. അപ്പോൾ ഏതായാലും അടിപൊളി സ്ഥലമാണ്. പിന്നെ വഴി കുറച്ച് മോശമാണെങ്കിലും ബാക്കി നമ്മൾ ഇവിടെ എത്തിപ്പെട്ടാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സൂപ്പർ വ്യൂ ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തും. അവിടെയുള്ള കാഴ്ചകൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഏകദേശം പൈതൽ മലയിലേക്കുള്ള റോഡിലേക്ക് കയറി ഇടുങ്ങിയ വഴിയാണ്. ഇവിടെ ചില സ്ഥലത്തായിട്ട് ഈ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണെല്ലാം നീക്കം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏകദേശം പൈതൽ മലയിലേക്ക് എത്താനായി. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ പൈതൽ മല പോകുന്ന സമയത്ത് ഒന്ന് വഴി തെറ്റിപ്പോയി. അപ്പോൾ ഇവിടെ പോസ്റ്റായിട്ടാണല്ലോ. ഇവിടുന്ന് വഴി ചോദിച്ചിട്ട് വേണം. വഴി ചോദിക്കാൻ ആരെയും കാണുന്നില്ല. ഏതായാലും നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ പോകാം. ഓക്കെ, ഇനി ഞാൻ വണ്ടി എടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഓക്കെ, അത്യാവശ്യത്തിന് വണ്ടിയെല്ലാം ഇവിടെ താഴെ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വണ്ടി അങ്ങ് പാർക്ക് ചെയ്ത് അപ്പോൾ മേലോട്ട് പോകില്ല. ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് അല്ലേ? 1.5 കിലോമീറ്റർ അല്ലേ പറഞ്ഞേ? അപ്പോൾ ഇനിയിപ്പോൾ നടന്നിട്ട് വേണം നമ്മൾ മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മേലോട്ട് എത്തിയതിന് ശേഷം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. ഇങ്ങനെ ഇതാ വഴി കണ്ട അങ്ങോട്ടേ പോകുന്നത് വളരെ ദയനീയമായ സ്ഥിതിയാണ്. ഇപ്പം മഴയായത് കൊണ്ട് ഇങ്ങനെ കല്ല് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ കുഴിയെല്ലാം ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അറിഞ്ഞത്, വരുന്ന വഴിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞത് അട്ടേൻ്റെ ശല്യം നന്നായിട്ടുണ്ട് ഇപ്പം മഴേൻ്റെ സമയത്ത് അല്ലേ? മഴേൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ മേലോട്ട് കയറുമ്പോൾ ഇവിടെ കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പിൻ്റെ ബോർഡ് കാണാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5 പേരിൽ ഫുൾ ആളുടെ പേര് ഇവിടെ കൊടുക്കുക. കൂടാതെ ഒരാളുടെ ഐഡൻറ്റി കാർഡും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ പിന്നെ ഇവിടുന്ന് ഒരു സമ്മതപത്രമുണ്ട്. അതിൽ എഴുതിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അതായത് ഇവിടെ മേലോട്ട് പോകുന്നതോറും വന്യ മൃഗങ്ങളൊക്കെ ആക്രമിക്കാനുണ്ട് എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. മൃഗങ്ങളെല്ലാം ഉണ്ട്. കാടല്ലേ, പിടിച്ചാൽ മനസ്സിലായി. പിടിക്കാതിരിക്കട്ടെ. നിങ്ങൾ ചോദിക്കും മുമ്പ് പിടിച്ചിട്ടുണ്ടോ? ഇതുവരെയും പിടിച്ചിട്ടില്ല. ഞാൻ കണ്ടാ ചിലപ്പോൾ പിടിക്കാം. നിങ്ങൾ ഇറങ്ങിയോ ഇല്ലോ നമ്മൾ ടെൻഷൻ അടിക്കൂലേ? ഒരു ഐഡിയ തരുമോ? പേര് തരുമോ? മുഹമ്മദ് അലി. ഓക്കെ ഓക്കെ, ഇവിടെ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. റിസ്ക് എടുത്ത് നിൽക്കരുത്. ക്യാമറക്ക് ചാർജ് ഉണ്ടോ? ക്യാമറ ഉണ്ടോ? ഇല്ല, മൊബൈലിൽ മാത്രം. ഇല്ല, ക്യാമറ ഇല്ല. എത്ര ചാർജ് ചെയ്യുന്നത്? 180. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ ടിക്കറ്റെല്ലാം എടുത്തിട്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം കണ്ടില്ല അത്. അപ്പോൾ ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് അല്ലേ? അപ്പോൾ നമുക്ക് 4 ആൾക്ക് 280. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 3:30 വരെ ഇവിടെ സമയമുണ്ട്. ഇവിടെ മേലെ പോയിട്ട് തിരിച്ച് ഇറങ്ങി വരാൻ സമയമുണ്ട്. 3:30 മണിക്ക് തിരിച്ചിറങ്ങണം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് 2.5 കിലോമീറ്റർ കയറി പോകണം. ഇപ്പം തന്നെ ഏകദേശം തളർന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് അട്ടകളുണ്ടാവും, അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. പിന്നെ വെള്ളം കയ്യിൽ കരുതണം. അതെല്ലാം ഇവിടുന്ന് പറഞ്ഞത്. ഓക്കെ, ഏറ്റവും നല്ലത് കാലത്ത് എന്താ പറഞ്ഞു? അല്ല, പറയുന്നത് ഏറ്റവും നല്ലത് രാവിലെ തന്നെ പോകുന്നതാണ്. രാവിലെ 9 മണി മുതൽ ഇവിടെ ഓപ്പണിംഗ് ആണ്. അതെ, ഇവിടെ വരുമ്പോ എപ്പോഴും രാവിലെ വരുമ്പോ ശ്രദ്ധിക്കണം, അതാ നല്ലത്. അപ്പോൾ രാവിലെ വരുന്നതാണ് നല്ലത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പണായ പാടെ കയറിയിട്ട് കുറച്ചുകൂടി എൻജോയ് ചെയ്തിട്ട് തയ്യാറങ്ങാൻ പറ്റും. ഉച്ചക്കെല്ലാം വരുമ്പോൾ കുറച്ച് വെയിലാണ് ഇപ്പോൾ നമ്മൾ വരുന്ന ഈ ഒരു സമയത്ത്. ഈ സമയത്ത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇടിയും മഴയായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഇറങ്ങണം എന്നാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ വടിയെല്ലാം കണ്ട ഇത് ഇപ്പോൾ തിരിച്ചു പോകുന്ന ആൾക്കാർ പറഞ്ഞു ഇതെല്ലാം കരുതി വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നതാണ്. അപ്പോൾ ഈ ഒരു ഉഷാറ് കാണൂല. ഇപ്പം തന്നെ ഏകദേശം തളർന്ന്. അപ്പോൾ അങ്ങോട്ടെത്തും തോറും ക്ഷീണം പിടിക്കും,
തളർന്നു പോകും. ശരിക്കും കോട കാണുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ആ കോട മഞ്ഞ് കാണും. അതിന്റെ മുകളിലാണ് കയറേണ്ടത് കണ്ടല്ലേ. മേലെ 2.5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കയറ്റം കയറി പോകാൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാഴ്ചകളുണ്ട് എന്നുള്ള നോക്കാം. ഓക്കെ, എന്താ പറയണ്ട നീഷിതാ ലിനീഷ്? അടിപൊളിയാണ്. നമ്മുടെ പ്രതീക്ഷയിലും കൂടുതൽ ഭംഗിയുള്ള അടിപൊളി സ്ഥലം. പിന്നെ ഭയങ്കര കാറ്റും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. ഓക്കെ, എല്ലാം നേരിടാൻ തയ്യാറായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടും വനത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. കണ്ടോ, ഇരുട് കൂടി വരുന്നു. സമയമാകെ 12:30 മണിയൊക്കെ ഉള്ളൂ. പക്ഷെ ഇരുടായിട്ടുണ്ട്. കണ്ടോ, അപ്പുറം ഇപ്പുറമെല്ലാം കാടാണ്. കാട് 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 കാണുന്നില്ല. ഏതായാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോന്നാ. ഓക്കെ, അവിടെ എത്തിയിട്ട് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. എല്ലാവരും അത് അങ്ങോട്ടേക്കാണ് പോകുന്നു. അങ്ങോട്ട് പോകണ്ട, നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോവാം. ലക്ഷ്യത്തിന് മാറി സഞ്ചരിക്കുന്നത് ശരിയാവില്ല. അങ്ങോട്ട് എന്താ ഉള്ളത്? ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ചെന്ന് നോക്കാം. അവിടെ നിങ്ങൾ കൊല്ലിക്കൊണ്ട് ഇടുവാ. ഓ, അതിമനോഹരമായ കാഴ്ച അവിടെ ഉണ്ട്. കാണുന്നില്ല? അവിടെ കൃഷിയുണ്ട്, മറ്റേ ഏലത്തിൻ്റെ ഗ്രാമ്പൂവിൻ്റെ കൃഷിയുണ്ട്. അതിന്റെ നേരെ നേരെ ഇങ്ങനെ. അതെ, അവിടെ വേറെ ആളെ സ്ഥലം. ഈ മലേന്റെ മുകളിലേക്ക് നമ്മൾ നടന്ന് കയറുന്ന കേട്ടോ. അതാണ് പാലക്കൻ്റെ തട്ട്. തേനീച്ചെല്ലാം ഉണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ബേക്കിൽ കാണുന്നത്. കാണുന്നില്ലേ? നല്ല അടിപൊളി മലേൻ്റെ മുകളിലായിട്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും അവിടത്തേക്ക് പോകാം കേട്ടോ. അവിടത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, പോകുന്ന വഴിയോരത്തുള്ള ലെഫ്റ്റ് സൈഡിലെ കാഴ്ചയാണ് കാണുന്നത്. നല്ല താഴ്ച കൊല്ലിയാണ്. സൂസൈഡ് പോയിന്റ് എന്ന് പറയാം അല്ലേ? കണ്ടോ, മഞ്ഞുണ്ട്. നല്ല മല മുകളിലുള്ള കാഴ്ച. എൻ്റെ ഇടയ്ക്ക് അടുത്തൊരു ചക്ക എല്ലാം വിരിഞ്ഞ് കാണുന്നത്. ചക്ക ഉണ്ട്, എന്നാലും പറിക്കില്ലാന്ന് തോന്നുന്നു. ചക്ക മലപ്രദേശത്തിലെ ചക്കൊരു കാഴ്ച, നല്ല കാഴ്ച, അത് ഭംഗിയുണ്ടാവും. കണ്ടോ, അതോ അത്ര അതിൻ്റെ മേലെ പോകണം നമുക്ക് പോകാൻ. അതാണ് ശരിയായ പൈതൽ മല. കാണുന്നില്ല ദൂരെ? അതിൻ്റെ മേലെ കയറിയിട്ട് വേണം നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാൻ. പിന്നെ വെള്ളച്ചാട്ടം എല്ലാം കാണുന്നുണ്ട്. ശരിക്കും ദൂരെ ഇതിൽ ക്യാമറയിൽ കാണുന്നില്ല എന്നുള്ളൂ. ഇവിടുന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര തുടരാം. അവിടുത്തെ കാഴ്ച കാണാം. നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്ന കേട്ടോ. അട്ട നമ്മളെ കാൽമല് കടിക്കുന്ന അറിയില്ല. ശരി, നമ്മളിപ്പോൾ അപ്പുറം ഇപ്പുറം നോക്കി നടക്കും. പക്ഷെ അട്ട നമ്മളെ കടിക്കും, അത് നമ്മൾ അറിയില്ല. ഇഞ്ച എനർജി കഴിഞ്ഞാ? അമ്മോ, എന്താ സ്ഥിതി മേലോട്ട്? തളർന്നില്ലേ? ഓ, എന്തായാലും നടക്കുക. അതെ, അമ്പോ സുഹൃത്തുക്കളെ പറഞ്ഞ കേട്ടോ. ഇനി നമ്മൾ നടന്ന് വന്ന് അതുപോലെ 2 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴി അത്രയും നടക്കാനുണ്ട്. കുന്നാണ്, ഇനി കുത്താനുള്ള കയറ്റം കൂടിയാണ്. ഓ, അടുത്ത ഡെസ്റ്റിനേഷൻ ആക്കടാ. ഉല്ലാസിത വടിയും കുത്തി മുമ്പോട്ട്. ബേക്കുന്നിതാ 2 ആൾ വടിയും കുത്തി മുമ്പോട്ട്. എനക്ക് വടിയുമില്ല, ഒന്നുമില്ല. നമ്മളിതാ ക്ഷീണിച്ച് ഓ, അയ്യോ, കരച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്രയും ദയനീയ അവസ്ഥയാ. കാണുന്ന വിചാരിക്കും എന്തിന് ഇത്ര ബുദ്ധിമുട്ടിയിട്ട്
പോയത് ഇന്ന്. പക്ഷേ കയറി തുടങ്ങിയതാണ് ബുദ്ധിമുട്ടിയത്. ഓ കുറച്ച് കഷ്ടപ്പെടണം, എന്നാലും നമ്മൾ ലക്ഷ്യത്തിലെത്തൂ. എന്താ വരുന്നത്? മൂന്നെണ്ണം. എങ്ങനെ സ്ലോ ആകുന്ന? പറഞ്ഞോ അനുഭവം പറഞ്ഞോണ്ട് പോവാ. കുറച്ച് കഴിഞ്ഞാൽ കിടന്നു പോകുന്നല്ലോ. യെസ്, ആന്നല്ല, നമ്മൾ നാട്ടിൽ തന്നെയുള്ളത്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയ ആണിത്. ഇപ്പോൾ ഇവിടെ മഴയില്ലാതെ കൊണ്ട് വെള്ളമില്ല. കണ്ടോ, ശരിക്കും ആ പാറത്തിൻ്റെ മുകളിലൂടെ ഒലിച്ചു വരുന്ന വെള്ളങ്ങൾ കാണേണ്ടതാണ്. പക്ഷേങ്കിൽ ഇപ്പം ഇല്ല, അത് ഒലിച്ച് താഴോട്ടേക്ക് ഇങ്ങനെ പോവും. മഴ ഇല്ലാത്തത് കൊണ്ട് വെള്ളച്ചാട്ടം ഇല്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഇരുന്ന് പോയി വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്ന. അങ്ങനെ രാവിലെ പോയ ആൾക്കാരിൽ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വടിയല്ല ഇവിടെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഓ, അത്രയും ഭയാനകമായൊരു കയറ്റാണ്. എന്നാലും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും കേട്ടോ, ബാക്കോട്ടേക്കില്ല, മുമ്പോട്ട് തന്നെ. ഇതാ ആൾക്കാർ പോകുന്നുണ്ട്, വരുന്നുണ്ട്. എക്സസൈസ് ചെയ്യണം രാവിലെ വരണേനു. കുറേ ഉണ്ടാ ഇനി എത്ര ഉണ്ട്? കുറേ പോവാണ്ട്. मलयाली ला हिंदी और कितना दूर है जाने का? 1 किलोमीटर। हाँ, अच्छा है जगह? ठीक है। ഹിന്ദി മറ്റൊരു വരട്ടെ ഒരു വന്നിട്ട് പോവാ. ഒരാളുടെ ഇതാ വന്ന് വടി തന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ സ്റ്റാലിയും ഉല്ലാസും ലിനീഷും. എനിക്ക് പിന്നെ വടി കിട്ടിയില്ല, അതുകൊണ്ട് നന്ദി പറയുന്നില്ല, കയറി പോവന്നെ. ഓ കഠിനം പൊന്നയ്യപ്പോ. ഇരിക്കുന്ന പൈതങ്ങളെ മുമ്പോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. പാവം, നമ്മളെ സ്ഥിതി എന്താവും അറിയില്ല. അയ്യോ, നമ്മളെ പോലെ തകർന്നിരിക്കുന്ന ഒരു മരം ഇവിടെ കാണാൻ സാധിക്കും. പാവം. അയ്യോ, ഞങ്ങൾ കയറി ഇറങ്ങിയല്ലേ. ഇവിടെ എല്ലാം മഴക്കാലത്ത് വെള്ളം വരുന്ന സ്ഥലമാണ്. ഇവിടെ കയറ്റം കയറുന്ന ആശ്വാസമായിട്ട് വെള്ളം കിട്ടേണ്ട സ്ഥലമാണ്. പക്ഷെ ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇതൊന്നും വെള്ളമില്ല. പിന്നെ ഇത് അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേലെ പോകാൻ. സ്റ്റെപ്പ് നിങ്ങൾ രാവിലെ വന്നിനി? അതെ, എത്ര മണിക്ക്? ഓ അത് ശരി, രാവിലെ 9:30 വന്ന് കയറിയ ആൾക്കാരിൽ ഇപ്പോൾ 1:30 മണിയായി. തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 12:30 കയറിയത് ഇതുവരെ മേലെ എത്തിയില്ല അല്ലേ ഇനീഷേ? അങ്ങനെ ഞങ്ങൾ പൈതൽ മലയുടെ ഏറ്റവും മുകളിലെത്തി. ഇതാ മക്കളെ നമ്മളെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന. വരുന്ന വഴിയുള്ള കാഴ്ചകൾ കുറച്ചുണ്ടായിരുന്നു, ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയും ക്ഷീണമായിരുന്നു, തളർന്നു പോയിരുന്നു സുഹൃത്തുക്കൾ. അത്രയും ഭയാനകമായ കയറ്റമായിരുന്നു. അപ്പോൾ ഏതായാലും ഇതാ സ്വർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഏത് സൈഡിൽ നോക്കിയാലും ഒരേ വ്യൂ ആണ്. നല്ല കാഴ്ചയാണ്, അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ഇതാ നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നടക്കാം. നല്ല പ്രദേശം കാണുന്നില്ലേ? എൻ്റെ ചങ്ങായിമാരാണ് അങ്ങോട്ട് നടക്കുന്നത്. എന്താ താഴ്വാരം നോക്ക്. ഊട്ടി, ശരിക്കും മിനി ഊട്ടി തന്നെ പറയാം. മിനി എന്നല്ല, അതിലപ്പുറത്തായിട്ട് പറയാം. ഇങ്ങോട്ടെല്ലാം വേണം നടക്കുക. ഇപ്പോൾ ഏകദേശം ഉച്ചയായി, ഏകദേശം 2 മണിയായി. അതുകൊണ്ട് ആൾ കുറവെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാർ രാവിലെ 9:30-10 മണിക്കൊക്കെ ഇവിടെ വന്ന് തിരിച്ചു പോകും. ആ സമയത്ത് നല്ല കോട മഞ്ഞുണ്ടാവും. ഇപ്പോൾ മഞ്ഞെല്ലാം കുറവാണ്, മഞ്ഞില്ല ശരിക്കും. ദൂരത്താണ് മഞ്ഞെല്ലാം ഉള്ളത്. തണുത്ത കാറ്റ്.
സ്റ്റാലിയും ലിനീഷും ഇവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞോ ഇവിടുത്തെ സ്ഥിതി പറഞ്ഞു അബദ്ധം ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. നല്ല തണുത്ത കാറ്റാണ്. സൂപ്പർ പറയാനില്ല. കാരണം 2-2.5 മണിക്കൂർ നമ്മൾ റിസ്ക് എടുത്ത് യാത്ര ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം ഏതായാലും ഈ ഒരു സ്ഥലം എത്തിയാൽ നമുക്ക് തൃപ്തിയാവും. ശുദ്ധവായു, നല്ല കാറ്റ്, തണുത്ത കാറ്റാണ് അടിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. പറ്റുമെങ്കിൽ വരാൻ പറ്റുന്നതെല്ലാം വരണം. അടിപൊളിയാണ്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാം. അതെ. ഇപ്പോൾ കാണുന്നില്ല താഴത്തെ കാഴ്ച കണ്ട അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ പോകാൻ തോന്നില്ല. ഒത്തിരി നമ്മൾ കയറി വന്ന വഴിയാന്ന് കാണുന്നതല്ല, താഴെ നല്ല തണുത്ത കാറ്റ്. അങ്ങോട്ടെല്ലാം ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ നിന്ന് റൂമാക്കി കാണാൻ പറ്റും. അങ്ങനെല്ലാം ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഏത് സ്ഥലത്ത് നിന്നാലും ഒരേ ഫീലിംഗ് തന്നെയാണ് അല്ലേ. പൈതൽ മലയിലെ കാഴ്ചകളാണ് കാണുന്നത്. അതിമനോഹരമായ വ്യൂ പോയിന്റ്, ചുറ്റും കോടമഞ്ഞ് എല്ലാം കാണുന്നില്ലേ? ആഹാ, ഇത് നല്ല കാഴ്ചയാണ്. ഫോട്ടോ ചുറ്റും ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ തോന്നില്ല, അത്രയും നല്ല കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ഷീണം എല്ലാം പമ്പ കിടക്കും. അത്രയും നല്ല എനർജി കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പൈതൽ മല. നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. ഇവിടെ ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം കാണാം. ഏതായാലും നമ്മളോട് പറഞ്ഞ സമയം ഇവിടെ കയറുമ്പോൾ സമയം പറഞ്ഞിട്ടുണ്ട്. അതായത് 3-3:30 ഇറങ്ങണമെന്നുള്ളു. അപ്പോൾ ഏതായാലും സമയം ആവാനായി. ഏതായാലും ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ഏകദേശം 3 മണി ആവാനായി. നമ്മൾ തിരിച്ചിറങ്ങുന്ന കേട്ടോ, തിരിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ ഇറങ്ങുന്ന ബൈക്കുള്ള കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് കാണാം. അതെ, എണ്ണം പിടിക്കുവരി അതില്ലേ പ്രശ്നമായിരിക്കും. ഫൈനെടുക്കേണ്ടി വരും. എന്ത്? അതങ്ങ് എടുത്തോ, ഒന്ന് നമുക്ക് തന്നതല്ലേ. കോടമഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ട, ദൂരെ കാണാം കോടമഞ്ഞ്. അവിടെ എല്ലാം അങ്ങോട്ടെല്ലാം പോവാം കേട്ടോ. വേണമെങ്കിൽ നമ്മൾ ഇവിടെ മാത്രമല്ല അപ്പുറത്തിപ്പുറത്തെല്ലാം പോവാം. എവിടെ പോയാലും ഒരേ വ്യൂ ആണ്. അപ്പോൾ ചുറ്റുപാടും കാഴ്ചകൾ അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം. ഊട്ടിയിൽ മൈസൂരിലും പോയ പോലെ അടുത്തടുത്തായിട്ടുള്ള വീടുകളെല്ലാം കാണാൻ സാധിക്കും. നല്ല കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ അപ്പുറത്ത് ഒന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഭാഗത്ത് എന്താ കാഴ്ച നോക്കാം. ഏത് ഭാഗത്ത് നോക്കിയാലും അടിപൊളി കാഴ്ചയാണ് സുഹൃത്തുക്കളെ. അതായത് ശരിയായ സ്വർഗം. കോടമഞ്ഞ് ദൂരെയായിട്ട് കാണാം. നമുക്കിവിടെ അതിന് മേലെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങാൻ തോന്നും. പക്ഷെ അത് അപകടമാണ്. ഏതായാലും അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. നല്ല വ്യൂ ആണ്. എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരിക. കണ്ട കോടമഞ്ഞ് ദൂരെ നല്ലൊരു എന്താ പറയുക. ഏതായാലും ഞങ്ങൾ സമയമായി, നമ്മളോട് പറഞ്ഞ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതാണ് കാണുന്നത്. ഓക്കെ, തിരിച്ചിറങ്ങുന്ന. അപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് പിന്നെ ഒരു കാര്യം പറയാം. ചെക്ക് പോസ്റ്റ്, നമ്മൾ കയറി പോകുമ്പോൾ കണ്ട ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇറങ്ങിപ്പോയിട്ടുള്ള അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇത്ര ആൾ കയറിപ്പോയത്, ഇത്ര ആൾ ഇറങ്ങിപ്പോയി എന്നുള്ള റിപ്പോർട്ട് അവിടെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 4 പേരുള്ളത് 4 പേര് അവിടെ പേര് കയറുമ്പോൾ പേര് കൊടുത്തിട്ടുണ്ടാവും. ആ പേര് അവിടെ കുത്തും. ഇത്ര ആൾ കയറിപ്പോയ ഇത്ര ആൾ ഇറങ്ങിപ്പോയി. അപ്പോൾ അവരവിടെ ടിക്ക് ചെയ്യും. ഓക്കെ, അഥവാ ആരെങ്കിലും ഇറങ്ങി വന്നില്ലെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം